ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തിരുവനന്തപുരം റിയാദ് റൂട്ടിൽ പ്രവാസികൾ വർഷങ്ങളായി നേരിട്ടിരുന്ന യാത്രാ ദുരിതത്തിന് അവസാനമാകുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് റിയാദിലേക്കും തിരിച്ചും നേരിട്ടുള്ള സർവീസ് ആരംഭിക്കുന്നു. സെപ്റ്റംബർ 9 മുതലാണ് സർവീസ്. വൈകിട്ട് 5:55 തിരുവനന്തപുരത്ത് നിന്നും പോകുന്ന IX 522 നമ്പർ വിമാനം രാത്രി 10:40 റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും. രാത്രി 11:40 റിയാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചും പോകും. പിറ്റേന്ന് രാവിലെ 7:30 തിരുവനന്തപുരത്തെത്തും. എല്ലാ തിങ്കളാഴ്ചകളിലുമായിരിക്കും സർവീസ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴയുടെയും കോട്ടയത്തിൻ്റെയും തെക്കൻ ഭാഗങ്ങൾ, അയൽ സംസ്ഥാനത്തെ കന്യാകുമാരി, തിരുനെൽവേലി, ചെങ്കോട്ട, തെങ്കാശി, തൂത്തുക്കുടി, മധുര, രാമനാഥപുരം തുടങ്ങിയ ജില്ലകളിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കും ഇത് വലിയ ആശ്വാസമാകും. നിലവിൽ നേരിട്ടുള്ള വിമാനമില്ലാത്തതിനാൽ പല രാജ്യങ്ങൾ ചുറ്റിയുള്ള വിമാനങ്ങളെയാണ് പ്രവാസികൾ ആശ്രയിക്കുന്നത്. വെറും 4.5 മണിക്കൂറിൻ്റെ ദൂരം 7ഉം 8ഉം ചിലപ്പോൾ 12ഉം 15ഉം മണിക്കൂർ വരെ എടുത്താണ് എത്തുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നേരിട്ടുള്ള സർവീസ് വരുന്നതോടെ ഈ ദുരിതത്തിന് അവസാനമാകും. നേരത്തെ എയർ ഇന്ത്യയും സൗദി എയർലൈൻസും തിരുവനന്തപുരം റിയാദ് സെക്ടറിൽ നേരിട്ട് സർവീസ് നടത്തിയിരുന്നു. മതിയായ യാത്രക്കാരില്ല എന്ന കാരണത്താലാണ് സൗദി എയർലൈൻസ് പിന്നീട് സർവീസ് നിർത്തിവച്ചത്. പകർച്ചവ്യാധി രോഗമായ കോവിഡ് പുറപ്പെടുന്നതിന് മുമ്പ് എയർ ഇന്ത്യയും സർവീസ് മതിയാക്കി. അതോടെ തിരുവനന്തപുരത്തേക്ക് നേരിട്ടുള്ള വിമാനങ്ങളില്ലാതെയായി. 5 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നേരിട്ടുള്ള വിമാനമെന്ന ആശ്വാസം തെക്കൻ കേരളത്തിലെയും തെക്കൻ തമിഴ്നാട്ടിലെയും പ്രവാസികൾക്ക് ലഭിക്കുന്നത്. ഹമാസ് മേധാവി ഖാലിദ് മിഷ്അലുമായി ഫോണിൽ സംസാരിച്ച് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി. ഇറാനിലെ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗാസയുടെ ഭരണത്തലവനും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനുമായ ഇസ്മായിൽ ഹനിയയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുകയും ഉറച്ച പിന്തുണ നൽകുകയും ചെയ്തു. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചതിലും സ്വതന്ത്ര രാഷ്ട്രത്തിനായി നടത്തിയ പോരാട്ടത്തിലും ഇസ്മായിൽ ഹനിയയുടെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു. ദോഫാറിൽ ഖരീഫ് സീസൺ ആരംഭിച്ചതോടെ സലാല വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ്. 2023 അപേക്ഷിച്ച് ഇത്തവണത്തെ സീസൺ ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ 11% വർധനവാണ് രേഖപ്പെടുത്തിയത്. ദോഫാർ ഗവർണറേറ്റിന്റെ മികച്ച ടൂറിസം പദ്ധതിയാണ് ഖരീഫ് എന്നും സ്വദേശികളും വിദേശികളുമായി ധാരാളം യാത്രക്കാർ വരും ദിവസങ്ങളിൽ സലാല എയർപോർട്ട് വഴി യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സലാല എയർപോർട്ട് വൈസ് പ്രസിഡന്റ് സക്കറിയ ബിൻ യാക്കൂബ് അൽ ഹറാസി അറിയിച്ചു. ഒമാനിലെ ഗവർണറേറ്റുകളിൽ ടൂറിസം സീസൺ ആരംഭിക്കുന്നതോടെ പ്രത്യേകിച്ച് ഖരീഫ് സീസൺ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ സഞ്ചാരികളുടെ യാത്ര എളുപ്പമാക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും എയർപോർട്ടുകൾ ഒരുക്കാറുണ്ട്. ഖരീഫ് സീസൺ ആരംഭിച്ചതോടെ 18 സ്ഥലങ്ങളിൽ നിന്നും 10 ഇന്റർനാഷണൽ എയർലൈൻസുകളാണ് സലാലയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നത്. ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് സീസണിലുടനീളം സലാല എയർപോർട്ട് വഴി സഞ്ചരിക്കുന്നതും. ദിനേന 1000-ലധികം സഞ്ചാരികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഖരീഫ് സീസണിനായി എത്തുന്ന സഞ്ചാരികൾക്ക് യാത്രാ നടപടിക്രമങ്ങൾ അനായാസം പൂർത്തിയാക്കാൻ സാധിക്കുന്ന ട്രാവൽ ഈസിയർ പദ്ധതി ഒമാൻ എയർപോർട്ടുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. യാത്രക്കാരിൽ നിന്നും ബാഗുകൾ സ്വീകരിക്കാനും വിമാനം പുറപ്പെടുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പായി ബോർഡിംഗ് പാസുകൾ നൽകാനും ട്രാവൽ ഈസിയർ വഴി സാധ്യമാകും. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട 5 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത കേസുകളിലാണ് അറസ്റ്റ്. ഇബ്രയിലെ 6 കടകളിൽ കവർച്ച നടത്തിയ പ്രതിയെ നോർത്തൽ ഷെർക്ക ഗവർണറേറ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സൗത്ത് അൽബാത്തിനയിൽ ആൾമാറാട്ടം നടത്തി പ്രവാസിയിൽ നിന്നും പണം കവർന്ന പ്രതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മഹദയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ തെരുവുകളിലെ ഇലക്ട്രിക് തൂണുകളിൽ നിന്നും വയറുകൾ മോഷ്ടിച്ചതിന് ഒരു ഏഷ്യൻ പൗരനടക്കം 3 പേരെയാണ് അൽബുറൈമി ഗവർണറേറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറൈം നഗരത്തിനടുത്ത് ഇസ്രായേൽ നടത്തിയ 2 വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടു. നെബ്ലസ് മേഖലയിലെ ഖസാം ബ്രിഗേഡ് നേതാവ് ഹൈത്തം ബൽദിയം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ സായുധ വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡിന്റെ തലവന്മാരിൽ ഒരാളാണ് കൊല്ലപ്പെട്ട മറ്റൊരാളെന്നും ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. മറ്റ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കത്തിയിരുന്നു. ഫലസ്തീനിയൻ ഗ്രാമങ്ങളായ സെയ്ത്ത, ഖാഫിൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന റോഡിനടുത്ത് കാറിന് നേരെയാണ് ശനിയാഴ്ച രാവിലെ ആദ്യം വ്യോമാക്രമണമുണ്ടായത്. 5 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.
തീവ്രവാദികളാണ് കാറിലുണ്ടായിരുന്നതെന്നാണ് ഇസ്രായേൽ സേനയുടെ ന്യായീകരണം. മണിക്കൂറുകൾക്ക് ശേഷം തുൽക്കറൈമിന് കിഴക്കുള്ള ബാലയിൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ 4 പേരും കൊല്ലപ്പെട്ടതായി വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആദ്യത്തെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ സൈന്യം തുൽക്കറമിൽ റെയ്ഡ് നടത്തുകയും ഫലസ്തീൻ പോരാളികളുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഇസ്രായേൽ സേന കണ്ണീർവാതകം പ്രയോഗിച്ചു. സൗദി അറേബ്യയിലെ 4 നഗരങ്ങളിൽ ടാക്സികൾക്ക് വീണ്ടും അപേക്ഷ ക്ഷണിച്ചു. റിയാദ്, മദീന, ജിദ്ദ, ദമാം നഗരങ്ങളിലാണ് അപേക്ഷിക്കാനുള്ള അനുമതി. മുമ്പ് ഈ നഗരങ്ങളിൽ പുതിയ ലൈസൻസുകൾ അനുവദിക്കാനും നിലവിലുള്ള കാറുകൾ കൂട്ടാനുമുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിയിരുന്നു. ടാക്സികൾ വർദ്ധിച്ചതിനാലായിരുന്നു ഇത്. എന്നാൽ പുതിയ തീരുമാനപ്രകാരം ലൈസൻസ് ലഭിച്ച സ്ഥാപനങ്ങൾക്ക് പുതിയ ടാക്സികൾക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ മിനിമം ആവശ്യമായ എണ്ണം കാറുകൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. കഴിഞ്ഞ വർഷത്തോടെ കാലാവധിയെത്തിയ വാഹനങ്ങൾ പുതുക്കാനോ മാറ്റി പുതിയവ നിരത്തിലിറക്കാനോ പുതിയ നിയമം അനുവദിക്കുന്നുണ്ട്. നിലവിലുള്ള ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടുള്ളതോ പൂർണ്ണമായും പ്രവർത്തനകാലം കഴിഞ്ഞിട്ടുള്ളതോ ആയ കാറുകളാണ് പിൻവലിക്കേണ്ടത്. ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് അൽ ജാസ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പബ്ലിക് ടാക്സി ബിസിനസിനെ കൂടുതൽ സജീവമാക്കുക, യാത്രകൾ വേഗത്തിലാക്കുക, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയുടെ ഭാഗമായാണ് പുതിയ നീക്കം. സൗദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയായ ജിസാനിൽ 10 മണിക്കൂർ നിൽക്കാതെ മഴ പെയ്തു. മേഖലയിലാകെ വെള്ളം പൊങ്ങി വ്യാപക നാശമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി റോഡുകളും പാലങ്ങളും തകർന്നു. താഴ്വരകളിൽ കനത്ത മഴവെള്ളപ്പാച്ചിലും ഉണ്ടായി. വാഹനങ്ങൾ കുടുങ്ങി. തകർന്ന പാലത്തിന്റെ സ്ലാബ് കാറിന് മുകളിൽ പതിച്ച് ഒരു യുവതി മരണപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ടാണ് മേഖലയിൽ കനത്ത മഴ പെയ്തത്. ഇത് പുലർച്ചെ വരെ തുടരുകയായിരുന്നു. താഴ്വരകളും കവിഞ്ഞൊഴുകി. അൽ-തവൽ, സബ്യ, സാംദ, അബു അരിഷ് ഗവർണറേറ്റുകളിലെയും വാദി ജിസാനിലെ ചില ഗ്രാമങ്ങളിലെയും ജിസാൻ നഗരത്തിലെയും തെരുവുകളും വീടുകളും വെള്ളത്തിനടിയിലായി. കനത്ത മഴയിൽ വാണിജ്യ കേന്ദ്രത്തിന്റെ കെട്ടിടങ്ങളിൽ ഒന്നിന്റെ മേൽക്കൂര തകർന്നു. അബു അരീഷ്, സ്വബിയ പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിലെ റദീസ് എന്ന പാലം മഴവെള്ളപ്പാച്ചിലിൽ തകർന്നു. ആ സമയം പാലത്തിലുണ്ടായിരുന്ന ചില വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. അതിലൊരു കാറിന് മുകളിലേക്ക് പാലത്തിന്റെ സ്ലാബുകളിലൊന്ന് ഇളകി വന്ന് പതിച്ചാണ് യാത്രക്കാരിയായ യുവതി തൽക്ഷണം മരണപ്പെട്ടത്. ഈ പ്രദേശമാകെ വെള്ളത്തിനടിയിലാണ്. വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിലെ ബീച്ചിൽ വീണ്ടും മുങ്ങിമരണം. ഒരു പ്രവാസി മരണപ്പെട്ടതായും മറ്റൊരാളെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സുഡാൻ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷപ്പെട്ടയാളെ അധികൃതർ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ ലഭ്യമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം അൽസഫ്നാത്ത് പ്രദേശത്ത് കുളിക്കാനിറങ്ങിയ 4 പേർ ഒഴുക്കിൽപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. 4 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. മരണപ്പെട്ടയാളും രക്ഷപ്പെട്ടവരും ഒമാനി പൗരന്മാരാണ്. കടലിൽ മറ്റും നീന്താൻ ഇറങ്ങുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കുട്ടികളുടെയും മറ്റും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ നീന്തുന്നതിനെതിരെ ചില സമയങ്ങളിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇത് പാലിക്കണമെന്നും ജാഗ്രത വേണമെന്നും റോയൽ ഒമാൻ പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി.